പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ഇൻഫർമേഷനാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് തികച്ചും ഉപകാരമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള മൊബൈൽ അറിവുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ സാധാരണ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കൂട്ടുകാർ, നമ്മൾ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് കാണും. സാധാരണ ഇത് വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരായിരിക്കും ഇതുപോലെ റിക്വസ്റ്റ് അയക്കുന്നത്. നമ്മളത് അവരെ കൂട്ടുകാരാക്കി കഴിഞ്ഞാൽ ഇതുപോലെ മെസ്സഞ്ചറിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് ഗുഡ് മോർണിംഗും അതുപോയിട്ട് നല്ല സ്നേഹപരമായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അവർ കൂടുതൽ ഈ ഫേസ്ബുക്കിൽ അങ്ങനെ കൂടുതൽ ഉണ്ടാകത്തില്ല. നേരെ വാട്സപ്പിൽ വരാൻ പറയുകയും നേരെ വാട്സപ്പ് നമ്പർ അവർ തരികയും ചെയ്യുന്നു. നമ്മൾ വാട്സപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് എനിക്ക് നേരത്തെ ഇതുപോലൊരു കാര്യം എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ ഇതുപോലെ നേരത്തെ ഇത് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ഇത് കാര്യം അറിയാം. ഇത് പറ്റിപ്പാണെന്ന് നമുക്കറിയാൻ സാധിക്കും, എനിക്കറിയാം. പക്ഷേ അറിയാത്ത സുഹൃത്തുക്കൾ ഇതിൽ പെട്ടുപോകരുത്. നേരെ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പുള്ളിയുമായിട്ട് വാട്സപ്പിൽ വന്നപ്പോൾ ചാറ്റ് ചെയ്തതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അവർ വാട്സപ്പിൽ വന്ന് നമ്മളോട് പലതും ചോദിക്കുകയും ഞാനിതാണ്ട് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എനിക്കറിയാമെങ്കിൽ തന്നെയും ഇതുപോലെ മെസ്സേജ് അയച്ചത്. അങ്ങനെ അവരെ വീടും പരിസരവും എല്ലാം കാണിച്ചു തരികയും അങ്ങനെ പല പല കാര്യങ്ങളും അവർ നമ്മളോട് ചോദിക്കുകയും എല്ലാം ചെയ്ത് നമ്മളെ പരിചയത്തിലായി കഴിഞ്ഞാൽ അവർ നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ അയച്ചു തരാമെന്ന് പറയും. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചിരിക്കാം. ഈ കാണുന്നത് പോലെ കുറച്ച് സാധനങ്ങളുടെ ഫോട്ടോ ഗൂഗിളിൽ നിന്നോ മറ്റോ എടുത്ത ഫോട്ടോകളാണിതെല്ലാം. ഇതുപോലെ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ, ലാപ്ടോപ്പ് കാര്യങ്ങൾ, സ്പ്രേ, ഫോണ്, ഇത് ഐഫോണ്, 1 ലക്ഷം രൂപ വിലയുള്ള ഐഫോണ്, നമുക്കത് പൈസ, ഇതിൻ്റെ എല്ലാം ഒരു പിക്ചർ അവർ അയച്ചു തരും. അതിനുശേഷം അവർ പറയും ഇതുപോലെ ഒരു ബോക്സിലാണിത് വരുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഇനിയാണ് പറ്റിപ്പ് നടക്കുന്നത് കേട്ടോ. ഈ ബോക്സ് നിങ്ങളെ വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര രൂപ, 15,000 രൂപയോ അല്ലെങ്കിൽ 20,000 രൂപയോ അല്ലെങ്കിൽ 5,000 രൂപയോ ഇങ്ങനെ രൂപ അവർ പറയും. ആ രൂപ നമ്മൾ കൊടുക്കാൻ ഇവരാവശ്യപ്പെടും. കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് സ്വന്തമാവും എന്ന് അവർ പറയും. പക്ഷേ നമ്മൾ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സും ഒരുപോലെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ഇത്രയും സാധനം കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ആരെന്തെങ്കിലും വാങ്ങിയെന്നെങ്കിലും ഈ പൈസ നമ്മൾ അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കരുത് നിങ്ങളാരും. ഇത് വെറും പറ്റിപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഈ സാധനം ഈ ബോക്സിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് ഇതുപോലെ വിളിക്കുമ്പോഴത്തേക്ക് അവരാണ് നമ്പർ തരുന്നത്. ഈ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ പൈസ അയച്ചു തരണം. സർവീസ് ചാർജ്, ഇതിൻ്റെ കൊറിയർ ചാർജാണ് അത് അയച്ചു തരണം. അയച്ചു തരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ബോക്സ് നിങ്ങളെ വീട്ടിലെത്തിക്കും എന്ന് പറഞ്ഞായിരിക്കും വിളിക്കുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങളാരും പറ്റിക്കപ്പെടരുത്. അത് വെറും പറ്റിപ്പാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണിത്. ഇതിലാരും ഒരിക്കലും നിങ്ങളിതിൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ഇത് നോക്കി വയ്ക്കുക. ഇതൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുള്ളിയായിട്ട് ഇത്രയും ചാറ്റ് ചെയ്ത് ഞാൻ അതെന്താണെന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് വരെ ഇത് ഒരുപാട് നമ്മൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ ഈ കാര്യം പറയുള്ളൂ. എന്തായാലും ഇതിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. ചോയ്സ്.